ചില സിനിമകളുടെ ജോണർ നായിക കഥാപാത്രത്തെ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ആ സിനിമയിൽ അങ്ങനെ ഒരാളുടെ ആവശ്യമില്ലെന്ന് ഷൈൻ നിഗവും മഹിമ നമ്പ്യാരും. തിരക്കഥയോടെ നീതി പുലർത്തുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ മതി. ആസ്വാദകരുടെ താല്പര്യത്തിനനുസരിച്ച് സിനിമ മാറിയിട്ടുണ്ട്. ലിറ്റിൽ ഹാർട്ട്സ് എന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തിയതായിരുന്നു ഇരുവരും. നമസ്കാരം. ലിറ്റിൽ ഹാർട്ട്സ് വളരെ ചെറിയ ഒരു പ്രണയകഥയാണ്. ചെറിയ സിനിമകളാണ് ഇപ്പോൾ വലിയ സിനിമകളുടെ തലത്തിലേക്ക് സഞ്ചരിക്കുന്നത്. മലയാള സിനിമയിലെ യുവനായകൻ ഷൈൻ നിഗം, നായിക മഹിമ നമ്പ്യാർ, രണ്ടുപേരും ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇരുവർക്കും സ്വാഗതം. റൊമാൻറ്റിക് സിനിമകളിൽ ഷൈൻ്റെ മുഖം വളരെ ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ അത്ര സങ്കല്പങ്ങളോടൊക്കെ ചേരുന്നൊരു മുഖമാണ് ഇപ്പോൾ. ഈ സിനിമയാണെങ്കിൽ പ്രണയത്തിൻ്റെ ഒരു പ്രമേയമാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത സിനിമകളിൽ നിന്ന് എന്ത് തരത്തിൽ വ്യത്യാസമാണ് ഈ സിനിമയിലെ പ്രണയത്തിനുള്ളത്? അത് 3 പ്രണയങ്ങളാണ്. ഇപ്പോൾ ഒന്ന് ഈ പറഞ്ഞ സിബിയുടെയും ശോഷയുടെയും പ്രണയകഥ, അതേപോലെ എൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ബാബുരാജ്. അല്ലാതെ എൻ്റെയും ശോഷയുടെയും മാത്രം റിലേഷൻഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ചെറുപ്പം മുതൽ ഒരുമിച്ച് വളർന്നവരാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പം മുതലേ ഷെയർ ചെയ്യുക, അങ്ങനെ നല്ല രീതിയിൽ എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി ആയിട്ടോ എന്നാൽ ഈ പറഞ്ഞ പോലെ എന്താണ് അവരുടെ ബന്ധം എന്ന് അവർ തമ്മിൽ പോലും തിരിച്ചറിയാത്ത ഒരു ബന്ധം. അത് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് പതുക്കെ പ്രണയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ അതൊരു ചെറിയ ഹ്യൂമറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എലമെൻറ്റിലൂടെയാണ് അത് മാറുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് മൊത്തത്തിൽ പടം. ഒരു സിനിമ തിയേറ്ററിൽ നിൽക്കുന്നു വളരെ സജീവമായിട്ട് തന്നെ. അപ്പോഴാണ് അടുത്ത സിനിമ റിലീസിന് തയ്യാറാകുന്നത്. വളരെ സജീവമായൊരു കാലഘട്ടമാണ്. എങ്ങനെയുണ്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങളും ഷൂട്ടിംഗ് വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞാൽ RDX കഴിഞ്ഞതിന് ശേഷം ഞാൻ മലയാളത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സിനിമ, ആദ്യത്തെ സിനിമ RDXന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് ലിറ്റിൽ ഹാർട്ട്സ് ആണ്. അതിന് ശേഷമാണ് ബാക്കിയുള്ള സിനിമകളൊക്കെ. രണ്ടാമത്, അതായത് RDXന് ശേഷം ഒരിക്കൽ കൂടെ ഷെയ്ൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു എന്താ പറയുക, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ ലിറ്റിൽ ഹാർട്ട്സിൽ എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും RDXലുള്ള പോലെ അങ്ങനെ ഒരു ഭയങ്കര എന്താ പറയുക ക്യൂട്ടായ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്നും മിണ്ടാത്ത പതിഞ്ഞ സ്വഭാവക്കാരിയല്ല ശോഷ. അത്യാവശ്യം സംസാരിക്കുന്ന, നേരത്തെ ഷെയ്ൻ പറഞ്ഞ പോലെ ഷെയ്ൻ്റെ എന്താ പറയുക ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് സിബിയുടെ കൂടെ കളിച്ച് വളർന്ന ഒരു ക്യാരക്ടർ. അപ്പം എപ്പോഴും സിബിയുടെ മേലൊരു ഡോമിനൻസ് ഒക്കെ ഉള്ള അത്യാവശ്യം അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. അത് പരസ്പരം വഴക്കിടാനുള്ള സ്വാതന്ത്ര്യം. പക്ഷേ അതുപോലെ തന്നെ പക്ഷെ ശോഷയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോ കൂടെ മറ്റേ കട്ടയ്ക്ക് സിബി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഭയങ്കര ആത്മാർത്ഥമായ 2 സുഹൃത്തുക്കളായിരുന്നു. ഇവരറിയാതെ ഇതിലേക്ക് സ്ലിപ്പായി ആവുന്ന ഒരു സംഭവം. പക്ഷെ ഇത് നമ്മൾ നിറത്തിൽ അവർ ടുവേർഡ്സ് എന്താണ് അവർ തിരിച്ചറിയുന്നത്. ഇത് നമ്മൾ പടത്തിന്റെ ഒരു ആദ്യത്തെ കുറച്ച് നേരത്തിൽ തന്നെ നമ്മൾ ഇതിലേക്ക് അതിന്റെ ഒരു എവല്യൂഷനാണ് പിന്നെ ഉണ്ട്. അത് തന്നെ അത് സംഭവിക്കുന്നതുകൊണ്ട് ഈ സിനിമയിൽ ഒരുപാട് എല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. അതായത് എല്ലാം കണക്ട് ചെയ്തിട്ടാണ്. ഇപ്പൊ ഈ മറ്റ് 2 റിലേഷൻഷിപ്സിന്റെ കാര്യം പറയുമ്പോഴും ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. ഇതിൽ നിന്ന് പറ്റുന്ന ചില അബദ്ധങ്ങളും കാര്യങ്ങളും അവരുടെ വിഷമങ്ങളും പരസ്പരം ഉള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും, അതായത് പറഞ്ഞ കാര്യം മാറിപ്പോവുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ. അതാ ഞാൻ പറഞ്ഞു, ഈ ലിറ്റിൽ ഹാർട്ട്സ് എന്ന പേരാണ് നമ്മൾ ഇപ്പോൾ ഒരു RDX എന്ന സിനിമയ്ക്ക് നമ്മൾ ഇട്ട പേരിൽ തന്നെ ഉണ്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള പടം. ഇത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജോണർ തന്നെയാണ്, ഒരു ഫൺ ഫാമിലി എന്റർടൈനർ. ഏറ്റവും അവസാനം നോക്കുമ്പോഴാണെങ്കിലും ഭൂതകാലമാണെങ്കിലും RDX ആണെങ്കിലും തന്നെ വളരെ വ്യത്യസ്തമായ ഒരു അഭിനയശൈലി നമുക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഷൈൻ ഇഷ്ടപ്പെട്ടൊരു ജോണറാണ് ശരിക്കും ഈ പ്രണയം, റൊമാൻസ്. അതായത് ഈ പ്രായത്തിൽ ഏറ്റവും അഭിനയിച്ച് എളുപ്പത്തിൽ നമുക്ക് ഫലിപ്പിക്കാൻ പറ്റുന്നൊരു മേഖലയായിട്ട് കരുതാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട് ഈ ഒരു ജോണറിനോട്. ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലവ് സ്റ്റോറി പോലെ ഇതുവരെ ഞാൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. എല്ലാത്തിലും ലവ് എലമെന്റ് ഉണ്ട്. ഇപ്പൊ RDXലെ ലവ് എലമെന്റ് ഉണ്ട്, എന്നാൽ ലവ് സ്റ്റോറി അല്ല. ഇപ്പൊ ഇഷ്കില് ലവ് സ്റ്റോറി തുടക്കമാണ്, പക്ഷെ അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മോറൽ പോലീസിങ്ങും മറ്റേ വേറെ രീതിയിലുള്ള പടമാണത്. പിന്നെ ഏതാണ് ും ലവ് സ്റ്റോറിയാണ്, പക്ഷെ അത് ബ്രദർഹുഡിന്റെ പടം. ലവ് എലമെന്റ് ഉണ്ടെങ്കിൽ അതും ഒരു അൾട്ടിമേറ്റ്ലി അതൊരു ബ്രദർഹുഡ് സിനിമയാണ്. കംപ്ലീറ്റ്ലി ഒരു ഫുൾ ലെങ്ത് ഒരു ലവ് സ്റ്റോറി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ലിറ്റിൽ ഹാർട്ട്സ് ആണെങ്കിലും ഫുൾ ലെങ്ത് ലവ് സ്റ്റോറി പടമല്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു റിലേഷൻഷിപ്പ് അല്ല അവിടെ. ഈവൻ സിബിയുടെയും ബേബിയുടെയും റിലേഷൻഷിപ്പ് പോലും അവിടെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ അത് ലവ് മാത്രമല്ല സിനിമയിൽ. അല്ല, അങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹം, അങ്ങനെ ഒരു ജോണറിലോട്ട് പൂർണ്ണമായിട്ടും പ്രണയ ഒരു സിനിമ ഞാനിപ്പോൾ അടുത്ത ഹാൽ എന്ന് പറഞ്ഞൊരു പടം തുടങ്ങുന്നത്, അത് എനിക്ക് തോന്നുന്ന ഒരു കുറച്ചും കൂടെ, അതായത് അതിലും ഈ പറഞ്ഞ പോലെ ചെറിയൊരു പൊളിറ്റിക്കൽ സബ് ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു ലവ് സ്റ്റോറിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. കാര്യം അതിൻ്റെ ഒരു ഫസ്റ്റ് ടു മിഡ് എൻഡ് എല്ലാം ഈ കഥയിലാണ് ചുറ്റിപ്പറ്റി കിടക്കുന്നത്. നായകൻ നായികയിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന കഥയാണ്.
ഇപ്പം ഭ്രമയുഗമാണെങ്കിലും പ്രേമലുവാണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും എല്ലാം തകർത്ത് കേരളത്തിലുമല്ല കേരളത്തിനകത്തും പുറത്തുമൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് അവസാനം ആവേശം വരെ. നമ്മളുടെ ഒരു മലയാള സിനിമയ്ക്ക് പുറത്തേക്കൊരു മാർക്കറ്റ് ഇവിടെ വന്നിരിക്കുന്ന ഒരു അതെ സമയമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ജനറലായിട്ട് തന്നെ മലയാളം സിനിമ എന്ന് പറയുമ്പോൾ ഈവൻ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വാല്യൂ കുറച്ചുകൂടെ ഒന്ന്, അതായത് നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ തമിഴ്നാട്ടിലായാലും തമിഴ് ഇൻഡസ്ട്രിയിലായാലും തെലുങ്ക് ഇൻഡസ്ട്രിയിലായാലും മലയാളി ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മലയാളം സിനിമ എന്ന് പറയുമ്പോൾ അവർക്കൊരു റെസ്പെക്റ്റും നമ്മൾ കൊണ്ടുവരുന്ന കണ്ടൻസ് ആയാലും അതിൻ്റെ കാര്യത്തിലായാലും അത് കാണാനുണ്ട്. അതെനിക്കൊന്നും നമുക്കിപ്പോൾ ബാക്ക് ടു ബാക്ക് ഉണ്ടാവുന്ന സക്സസ്ഫുള്ളായ സിനിമകളും അതുപോലെ തന്നെ സക്സസ്ഫുള്ളായ കോണ്ടൻസും ആണ്. അപ്പം അതൊരു വലിയ നല്ല കാര്യം തന്നെയാണ്. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ OTT വഴിയായിരുന്നു നമ്മളെ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ഇറങ്ങിയ സമയത്തും ഇഷ്ടംമാതിരി തമിഴരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദിക്കാരും നമ്മളുടെ ഭാഷ അറിയാത്ത പല ആൾക്കാരും നമുക്ക് മെസ്സേജ് ചെയ്യും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം OTT ത്രൂ ആയിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ മലയാളപ്പടം അവിടുത്തെ ഒരു സിനിമ ഇറങ്ങുന്ന പോലെ ഇറങ്ങുന്നത്. കാരണം ഇപ്പം ഞാൻ ഒരു വർക്ക് ലാസ്റ്റ് മദ്രാസ്കാരൻ ഒരു പടം ചെയ്യാൻ പോയത്, അത് തമിഴ് പടം. അത് ചെയ്യാൻ പോയത് ഷൂട്ട് ചെയ്ത സ്ഥലം പുതുക്കോട്ടയം എന്ന് പറഞ്ഞാൽ ഒരു ചെന്നൈ പോലൊരു വലിയ നഗരമല്ല, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നഗരമാണ്. അവിടെ ഞാൻ കണ്ടത് മലയാള സിനിമകളുടെ പോസ്റ്ററുകളാണ്. തമിഴ് സിനിമകളുടെ പോസ്റ്ററുകൾ കുറവായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പ്രേമലൂടെ പോസ്റ്റർ, മഞ്ഞുമലിൻ്റെ പോസ്റ്റർ, ലാസ്റ്റ് ഞാൻ വന്നപ്പോൾ ആടുജീവിതത്തിൻ്റെ പോസ്റ്റർ. ഞാൻ അല്ലെങ്കിൽ നമ്മൾക്കിതൊരു അത്ഭുതമല്ലേ. നമുക്കിവിടെ ഒരു തമിഴ് പടത്തിൻ്റെ പോലും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു വിജയ പടത്തിൻ്റെയൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു പോസ്റ്ററുകൾ ഉണ്ടാവും. എന്നാലും അത് മാത്രം കാണുക എന്ന് പറയുന്നത് അതൊരു മേ ബി അവിടെ അത്രയും തമിഴ് പടങ്ങളുടെ മേജർ റിലീസുകൾ ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിപ്പോയി. പ്രത്യേകിച്ച് ഭ്രമയുഗം കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുന്നു, രാഘവ സദാശിവൻ ആദ്യം നമ്മളുടെ ഭൂതകാലത്തിലാണല്ലോ നിങ്ങൾ തമ്മിൽ കണ്ടത്. അദ്ദേഹം ഞെട്ടിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇതിൽ വന്നത്. ആ ഭൂതകാലത്തിന് അനുഭവം ഭ്രമയുഗം കണ്ടിരുന്നു? എനിക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് OTT വന്നപ്പോൾ ഇത് കണ്ടു, പ്രേമലു കണ്ടു. ബാക്കി മഞ്ഞുമലും ഭ്രമയുഗം കാണാൻ പറ്റിയില്ല. എൻ്റെ ഷൂട്ട് മറ്റേ ഈ മദ്രാസ്കാരൻ ഷൂട്ട് ഇടാൻ ടൈമായിരുന്നു. അപ്പോൾ ഈ ഭൂതകാലത്തിന് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ സംവിധായകം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ പുതുതായിട്ട് വരുന്നവർക്കെല്ലാം ഇങ്ങനെ സിനിമയെ വേറൊരു രീതി ഇവോൾവ് ചെയ്തുകൊണ്ട് താല്പര്യമായ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അല്ല പുള്ളിയുടെ. ഒരു ഇച്ചിരി കൂടെ ഒരു ഫോറിൻ സ്റ്റൈല്. കാര്യം പുള്ളി പഠിച്ചതൊക്കെ എനിക്ക് തോന്നുന്നു ലണ്ടനിലെങ്ങാണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചതിൻ്റെ പുള്ളി മൊത്തത്തിലൊരു ഫോറിൻ സിനിമ റെഫറൻസ് ആണ്. എല്ലാ സാധനവും പറയണത് പുള്ളി റെഫറൻസ്. ഒരു ഷോട്ട്, ഒരു എന്തെങ്കിലും ഒരു ഐഡിയ പുള്ളി, ഒരു കളർ ടോൺ ആയാലും പാലറ്റ് ആണെങ്കിലും എല്ലാം ഒരു ഫോറിൻ സിനിമ മൂഡിൽ പോകുന്നൊരു ചിന്ത. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമില്ല. കാര്യം ബ്രഹ്മയുഗം പോലെയല്ല, ഇതിനേക്കാളും അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒരു സാധനമായിട്ട് അടുത്ത് വരുള്ളൂ. അയാൾക്കൊരു അങ്ങനെ ആ തോട്ടേ അതാണ്. ഇപ്പം ഒന്നുമില്ല, ഭൂതകാലത്തിന് മുമ്പ് ചെയ്തൊരു പടമാണ് മറ്റേ റെഡ് റെയിൻ എന്ന് പറഞ്ഞ പടം. പക്ഷെ അത് അത്ര ശ്രദ്ധിക്കപ്പെടില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എവിടെയോ ഏതൊരു ഗ്രാമത്തിലെ ഏലിയൻ ലാൻഡിങ് ഒക്കെയാണ്. അതായത് അങ്ങനെ അന്ന് ചിന്തിക്കുന്ന 2012 ചിന്തിച്ചൊരു വ്യക്തിയാണ് അന്ന്. പക്ഷേ ആ പടം സക്സസ് ആയില്ല. പക്ഷേ ഭൂതകാലമാണ് പുള്ളിയുടെ രണ്ടാമത്തെ പടം. ഭൂതകാലമാണ് പുള്ളിക്ക് ഒരു ലാൻഡ്മാർക്ക് കൊടുത്തത്. ഇപ്പോൾ ബ്രഹ്മയുഗം ചെയ്യുന്നു. അപ്പോൾ അയാളിൽ നിന്ന് ഇനി എന്തും പ്രതീക്ഷിക്കാം. വളരെ പ്രതീക്ഷയുള്ള കുറേ ക്യാരക്ടറുകൾ, പ്രത്യേകിച്ച് കൊറോണ പേപ്പേഴ്സ് കണ്ടപ്പോഴാണെങ്കിലും പ്രിയദർശൻ്റെ കയ്യിൽ പോലും പഴയൊരു സംവിധായകൻ്റെ കയ്യിൽ പോലും താങ്കളുടെ പുതുമുഖം നല്ലോണം മോൾഡ് ചെയ്യാൻ സാധിച്ചു. ആ സിനിമകളിലും ഭൂതകാലത്തിലും വളരെ വ്യത്യസ്തമായതുണ്ടായിരുന്നു. സിനിമയെക്കുറിച്ചുള്ള അപ്രോച്ച് ഷെയ്ൻ്റെ മാറിയിട്ടുണ്ടോ? വന്ന സമയത്ത് നിന്ന് കുറേ കൂടെ മാറ്റം വന്നിട്ടുണ്ടോ? സിനിമയെക്കുറിച്ചുള്ള അപ്രോച്ച് എന്ന് വെച്ചാൽ സെലക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ക്യാരക്ടറിനെ നമ്മൾ ഇംബേബ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളുടെ ആദ്യകാലത്തിൽ നിന്ന് ഒരു നായകൻ എന്നുള്ള എവല്യൂഷൻ, സ്വാഭാവികമായ ഒരു എവല്യൂഷൻ ഉണ്ടാവും. പക്ഷെ അതിനുവേണ്ടി അങ്ങനെ ഫോഴ്സ്ഫുള്ളി പ്രത്യേകിച്ചൊന്നും കോൺഷ്യസിലൊന്നും ചെയ്തിട്ടില്ല, ഇപ്പോഴും ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കാര്യം മുഴുവനായിട്ട് നമ്മുടെ മനസ്സിൽ ഈ സിനിമ തന്നെയായിരിക്കും. അപ്പോൾ അതിന് ആ കഥ പറഞ്ഞു പോകാനായിട്ട് ഞാൻ ഏറ്റവും നല്ലൊരു ഉപകരണമാണെങ്കിൽ ആ കഥാപാത്രം എന്നിലേക്ക് എത്തണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വിനു എന്ന ആൾ ഒരിക്കലും കോൺഫിഡൻ്റ് അല്ല. ഇപ്പോൾ ഭൂതകാലത്തിലെ ആളെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അയാൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ പോയി. അയാൾക്ക് കോൺഫിഡൻസ് ഇല്ല. അയാൾക്ക് ജീവിതത്തിൽ അയാളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അയാൾക്ക് അയാളുടെ അമ്മയോട് തുറന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അതാണ് എൻ്റെ പണി എന്ന് പറയുന്നത്. പക്ഷെ RDXലെ ആൾ അങ്ങനെ അല്ലല്ലോ. RDXലെ അയാൾ അങ്ങനെയല്ല. അയാൾ വേറൊരു ഡാവാണ്, വേറൊരു ആറ്റിറ്റ്യൂഡാണ് അയാൾക്ക്. അപ്പം അത്തരം ചിന്താഗതികൾ മനസ്സിലാക്കാന്നുള്ളതാണ് എൻ്റെ പ്രോസസ്സ്. ഈ പുതിയ കാല സിനിമയിൽ നായികയ്ക്കുള്ള പ്രാധാന്യം കുറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭ്രമയുഗത്തിലാണെങ്കിലും മഞ്ഞുമൽ ബോയ്സിലാണെങ്കിലും നായികയൊന്നും കാണാനില്ല. അപ്പോൾ എങ്ങനെയുണ്ട് പുതിയ കാല സിനിമകളിലെ ഒരു എങ്ങനെയാണ് ഒരു ഡിസ്കഷൻസ് നടക്കുന്നത്? സിനിമ എന്താ പറയുക, കോൺസ്റ്റന്റ്ലി ഇവോൾവിങ്. അപ്പം നമ്മൾ ഇന്ന കാലത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ന കാലത്തിൽ ഇങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം ഹീറോയിൻ ചില സിനിമകളിൽ ആവശ്യമില്ല. ഇപ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആവശ്യമില്ലാത്ത സിനിമകളിൽ ആവശ്യമില്ല എന്ന് തന്നെ പറയണല്ലോ. ഇപ്പോൾ ഭ്രമയുഗം പോലത്തെ ഒരു സിനിമയിലൊക്കെ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാനാണ് അങ്ങനെ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ? അപ്പം അല്ല, ഞാൻ പറയുന്നത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയ ആ പരിപാടി പോയി. അങ്ങനെ ഒരു
അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ ചില സിനിമകളിൽ അത്രേ വേണ്ടുമെങ്കിൽ അത്രേ വേണ്ടു, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ ഹീറോയും ഹീറോയിനും ഒരുമിച്ച് പ്രേമിച്ച് നടക്കുന്ന അല്ലെങ്കിൽ പാട്ടുപാടി നടക്കുന്ന ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് അല്ലല്ലോ ഇപ്പോൾ. ആ എന്താണോ എടുക്കുന്ന ജോണർ അതിനോട് 100% ആത്മഹത്യ. ഇപ്പൊ ഒരു സർവൈവൽ ത്രില്ലർ ചെയ്യാണ്, ഈ ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നു, ഈ പറഞ്ഞ ആണുങ്ങൾ ഫ്രണ്ട്സ്. വേണമെങ്കിൽ ഇപ്പൊ സാധാരണ ഒരു മസാല പടമാണെങ്കിൽ അയാൾ അവിടെ നിന്ന് ഒരു പെണ്ണിനെ കാണും, അയാൾ അവിടെ നിന്നൊരു ലവ് പാട്ട്, അതൊക്കെ എന്ന് വെച്ചാൽ ജോണർ ബ്രേക്ക് ആയില്ലേ. സർവൈവൽ ത്രില്ലർ എടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ രാഹുൽ സദാശിവന് ഉദ്ദേശിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ചെറിയൊരു സൈക്കോളജിക്ക് അങ്ങനത്തെ ഒരു ക്വർക്കി ആയിട്ടുള്ള ഒരു പടം പ്രമേയം എടുക്കാൻ നോക്കിയാണ്. ഇതിന്റെ ഇടയിൽ ആയതുകൊണ്ട് ലവ് സ്റ്റോറി പറ്റില്ല. പക്ഷെ പണ്ട് നമ്മളതൊക്കെ ചെയ്തിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, സിനിമ ഈസ് കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ്, മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രെൻഡും കാര്യങ്ങളും. അതേപോലെ തന്നെ പ്രേക്ഷകരും മാറുകയാണ്. അന്നത്തെ ഓഡിയൻസ് അല്ല ഇപ്പോഴത്തെ ഓഡിയൻസ്. പക്ഷെ അതെ, അന്നത്തെ സിനിമ ആസ്വദിച്ച ആൾക്കാർക്ക് ഇപ്പം അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷന് ആ സിനിമ ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കറന്റ് ജനറേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഓരോ കാലഘട്ടത്തിലും സിനിമ മാറി മാറി വരിക. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിലാണെങ്കിൽ ഒരു എവിടെയും അവിടെ ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി ആ സിനിമയെ കൊണ്ടുവച്ച ആ സിനിമ ഇപ്പോഴുള്ള ഇമ്പാക്ട് ഉണ്ടാവില്ല സിനിമയ്ക്ക്. അതെ, ഫ്രണ്ട്സിന്റെ കഥയാണത്. അപ്പം അത് നമ്മുടെ പ്രേക്ഷകരനുസരിച്ച് വളർന്നിട്ടുണ്ട്. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല പഴയ പോലെ സിനിമയെ പാട്ട് മുഴുവൻ കാണണം, ഒന്നുമില്ല. ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഒരു എനിക്ക് 11th 10th കണ്ടു പഠിക്കുമ്പോൾ എനിക്ക് ഒരു ഫോറിൻ സിനിമ കാണണം. അന്ന് ഇത്രയും ഈ പറഞ്ഞ ടൊറന്റോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വളരെ അപൂർവം ചില പടങ്ങൾ കിട്ടുള്ളൂ. പെൻഡ അമേരിക്കയിൽ പോയിട്ട് ഈ DVD ഷോപ്പിൽ പോയിട്ടാണ് അന്ന് പടങ്ങളെടുത്ത് ഫോറിൻ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഏത് വേണം, ഓക്കെ ഇന്ന് ഇതിൽ നെറ്റ്ഫ്ലിക്സിൽ ഈ പടമുണ്ട്, അത് ഏത് ഭാഷയെ കാണണം, നിങ്ങൾക്ക് ഏത് സബ് ടൈറ്റിൽ വേണം, അതെല്ലാം ഉള്ളതല്ലേ. അപ്പോൾ അത് ഇത്ര എക്സ്പോസ്ഡ് അല്ലേ ജനം. ഇവരുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ഓക്കെ ഒരു ഹൊറർ പടം എന്നും പറഞ്ഞിട്ട് നമുക്ക് മറ്റേ വെള്ളസാരി ഇട്ട് പോണ സീൻ നടക്കുമോ? പരിപാടി മാറി എന്നുള്ളതാണ്. വളരെ ഓത്തന്റിക് ആവണം ഇനി നമ്മൾ. എന്തായാലും ഷെയ്ൻ്റെ മുൻ പടങ്ങളെ പോലെ മഹിമയുടെ പടങ്ങൾ ഇപ്പോൾ തിയേറ്ററിലുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ വീണ്ടും വരികയാണ്. ലിറ്റിൽ ഹാർട്ട്സ് ചെറിയ പേര് ചെറുതാണെങ്കിലും വലിയ സിനിമയായി മാറട്ടെ. അതാണ് കാരണം പ്രേമലു പോലുള്ള ചെറിയ സിനിമകൾ ഇപ്പോൾ നമ്മുടെ അതിർത്തികളൊക്കെ ഭേദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും പ്രേക്ഷകർക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും. എന്തായാലും ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാവിധ ഭാവങ്ങളും നേരിയാണ്. ഇരുവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.